കുത്തക മുതലാളിമാർക്കൊരു പേടി സ്വപ്നമായിരുന്നു കുഞ്ഞാലി. സഖാവ് കണിച്ചേരിയിൽ റഹീം തൻ്റെ സന്തത സഹചാരിയായിരുന്ന സഖാവ് കുഞ്ഞാലിയെ ഓർക്കുന്നത് ഇങ്ങനെയാണ്. നിലമ്പൂരിൻ്റെ ആദ്യ MLA സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആളാണ് റഹീം. ഞങ്ങളെല്ലാം നിരന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ നിൽക്കുക. ഒരു 100-300 ആളുണ്ട് അവിടെ. എൻ്റെ മുമ്പിൽ നിന്ന് സഖാവിനെ വെടിയേറ്റത്. സഖാവിനല്ല വേറൊരു വിറ്റേക്ക് അവനാണെങ്കിൽ അന്ന് രാത്രി തന്നെ കെട്ടണം ചുട്ടേനെ. പക്ഷേ സഖാവ് അപ്പോഴത്തേക്കും മറിഞ്ഞു പോയി. ഡബിൾ ഉണ്ടിട്ടുള്ള വെടിയല്ല. വെടിയേൽക്കുന്നതിന് തൊട്ട് മുൻപും തോട്ടത്തിലെ സമരത്തെപ്പറ്റിയായിരുന്നു സഖാവ് കുഞ്ഞാലി റഹീമിനോട് സംസാരിച്ചത്. തോട്ടം തൊഴിലാളികളുടെ നെടുന്തൂണായി നിന്നിരുന്ന സഖാവിന് വെടിയേറ്റപ്പോൾ ആകെ സ്തംഭിച്ചു പോയെന്ന് റഹീം. പെട്ടെന്ന് എല്ലാവരും സ്തംഭിച്ചു പോയി. വെടി കൊണ്ടുപോയി. അവിടെ റേഷൻ കടയുണ്ടാകും. റേഷൻ കടയുടെ മണ്ണെണ്ണ ടാങ്കൊക്കെ കൊണ്ടുവന്ന് കുത്തി പൊളിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ പോലീസ് വന്നു. പിന്നെ ഒന്നും ചെയ്യാൻ അവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. അന്നുള്ളവരെയൊക്കെ കിട്ടിയവരെയൊക്കെ ഒരുവിധമൊക്കെ കൊടുത്താണ് ഞങ്ങൾ വിട്ടത്. തോട്ടത്തിലെ പണിക്കിടെയാണ് റഹീം കുഞ്ഞാലിയോടൊപ്പം ചേരുന്നത്. കുഞ്ഞാലിയുമായി നിലമ്പൂരിലെ വിവിധ സമരങ്ങളിൽ റഹീം പങ്കെടുത്തിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടത് കുഞ്ഞാലി വന്ന ശേഷമായിരുന്നെന്നാണ് റഹീം പറയുന്നത്. രാഷ്ട്രീയം നോക്കാതെ ആളുകളെ സഹായിച്ച ആളായിരുന്നു കുഞ്ഞാലി. സമരങ്ങളിൽ സഖാവ് മുന്നിൽ നിന്നാൽ എതിരാളികൾ പിന്തിരിയാറാണ് പതിവെന്നും റഹീം ഓർക്കുന്നു. ആരെയും ഒരു പേടിയോ ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, അങ്ങനെയുള്ളവരെയാണല്ലോ ഇല്ലാതാക്കുന്നത്. കുഞ്ഞാലിയുടെ മരണശേഷം 3 തവണ ബ്രാഞ്ച് സെക്രട്ടറിയായി റഹീം സജീവമായി പാർട്ടിയിലുണ്ടായിരുന്നു. ഒരു അപകടത്തിൽ പരിക്ക് പറ്റി ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും സഖാവ് കുഞ്ഞാലി പകർന്നു നൽകിയ വിപ്ലവ വീര്യത്തിൻ്റെ ഊർജ്ജത്തിലാണ് റഹീം ഇന്നും ജീവിക്കുന്നത്. റിപ്പോർട്ടർ, നിലമ്പൂർ.